അല്ലെങ്കിൽ ഒന്നുമില്ല, ഇടയ്ക്ക് വിളിക്കണേ. ഓൾ ദി ബെസ്റ്റ്. ഹലോ, അതെ, നിന്റെ ഈ ഏറ് പിടിച്ചുള്ള നടപ്പ് ഇരിപ്പുണ്ടല്ലോ, ഒരുമാതിരി എരുമ അപ്പിടാൻ നിൽക്കണ മാതിരി. ഒന്ന് ശ്വാസം വെട്ടി പിടിച്ചാ നിനക്ക് കൊള്ളാം. അതെ, ബോർഡിങ്ങിൽ പഠിച്ചു, ചെറുപ്പം മുതലേ സ്നേഹം കിട്ടിയില്ല, സ്നേഹം കിട്ടാതെ വളർന്ന അനാഥനല്ലാത്തൊരു അനാഥൻ. അങ്ങനെ അടിച്ചു നോക്കുമ്പോ എന്നോട് മാത്രം വിടുന്ന ഡയലോഗ് അവക്കടെ അടുത്തെത്തുമ്പോ മറക്കണ്ട. എന്നാ വെച്ചോ, ഇനി എല്ലാം കഴിഞ്ഞിട്ട് നീ വിളിച്ചാ മതി. ഓക്കെ? അവസാനം നമുക്ക് മാമന് പേര് വീഴുവോ എന്തോ. വരുന്നത് വരട്ടെ. ഇവളുമാരുമൊക്കെ ആയിട്ട് അടുക്കാൻ എളുപ്പം, പക്ഷെ ഒഴിവാക്കാൻ അതാ കഷ്ടം. നമുക്കത് പറ്റൂല. മിക്കവാറും ഇവനത് കുളവാക്കുമെന്നാ. വരുന്നിടത്ത് വെച്ച് കാണാം. പറയടാ, ഒരു കാര്യം ചെയ്യും, നീ ഇറങ്ങിക്കോ, ഞാൻ സമയത്ത് സ്പോട്ടിലെത്തിക്കോളാം. ഞാനിതാ എത്തിപ്പോയെന്ന് പറഞ്ഞ പോലെ ആവോ? എന്റെ മോളെ, അതൊരു ട്രിബിളിൽ പെട്ട് പോയതല്ലേ, ഇത് വാക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കേടാ. ഹലോ, എന്തായടാ? അനിതേ, നിന്നോടാ വാതിൽ തുറക്കാൻ പറഞ്ഞത്. എടി തുറക്കാൻ. എടി അനിതേ, തുറക്കാൻ. എടി അനിതേ, തുറക്കാൻ. എടി തുറക്കാനാ പറഞ്ഞേ. എടി അനിതേ. ക്ഷമിക്കണം, താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അനിതേ, വാതിൽ തുറക്കണി. വാതിൽ തുറക്കാൻ. അനിതേ, ചാവട്ടി പൊളിക്ക് ഞാനിത്. വാതിൽ തുറക്കണി. ഛേ, ഹലോ. ഫൈസൽക്ക, ഞാനൊരു കാര്യം പറയാതെ. നാടോ, ബഹുമാനമൊന്നും ഇപ്പൊ വേണ്ട, താൻ കുടിച്ചോ. വേണ്ട സാർ, ബഹുമാനമൊന്നുമല്ല സാർ, ഞാനിതിൽ പങ്കുചേർന്നാൽ ശരിയാവൂല, അതുകൊണ്ടാ. ഓഹോ, വേണ്ടടോ വേണ്ട, ഈ രവീന്ദ്രൻ ആരും വേണ്ട. താനെന്താടോ എന്നെ ഒന്നും ഉപദേശിക്കുക പോലും ചെയ്യാത്തത്? ഇന്നത്തെ കാലത്ത് മനുഷ്യരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല സാർ, മൃഗങ്ങളെ മാത്രമേ ഉപദേശിക്കാവൂ. എന്റെ മോള് മീനൂട്ടി, അവൾ ഉറങ്ങിയോ എന്തോ. ഇന്ന് അവൾ എന്നെ വാതിലടച്ചു പുറത്താക്കി. തനിക്കറിയോ ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹം? സ്നേഹം കൊടുത്തിട്ട് പിന്നെ കിട്ടാതെ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് സാർ.
അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊടുക്കുന്നില്ലേ? ഇവിടെ എന്താണോ അവൾക്കൊരു കുറവുള്ളത്? ആദ്യത്തെ തേന, ചക്കര, മുത്തേ, പഴമ തുടങ്ങിയ സ്നേഹമൊക്കെ ഒരു കൊച്ചക്കായി കഴിയുമ്പോൾ നമ്മളങ്ങ് മറക്കും സാർ. പക്ഷേ കുഴി പോകുന്ന കാലമായാലും പെണ്ണുങ്ങൾ അത് മറക്കില്ല. ഭക്ഷണവും വസ്ത്രവും മറ്റു സുഖസൗകര്യങ്ങളും അല്ലാതെ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സാർ. അത് കിട്ടാത്ത ചില ഭാര്യമാർ വാതിൽ കൊട്ടി അടച്ചെന്ന് വരും. അത് കിട്ടുന്നിടത്തേക്ക് ചാഞ്ഞെന്നും വരും. അവർ 24 മണിക്കൂറും വെള്ളത്തിലല്ലല്ലോ സാർ, മനുഷ്യനല്ല സാർ. സാറിനൊരു മൃഗമായി കണ്ടിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഗേറ്റോട്ട് പൊക്കട്ടെ സാർ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നവൾ എന്നെ പുറത്താക്കി. നീ എന്നെ പുറത്താക്കി. കഷ്ടം.